സഖാക്കളെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ, ചില വാർത്തകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ അതിനേക്കാൾ വലിയ സഖാക്കൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന വ്യക്തി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. പേരാമ്പ്രയുടെ മണ്ണില് തന്റെ ചോര ചിന്തിയ പേരാമ്പ്രയുടെ മണ്ണില് ഷാഫി പറമ്പില് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. തന്റെ ചോരക്ക് പകരം ജനാധിപത്യ രീതിയിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഷാഫി പറമ്പില്. പേരാമ്പ്രയിൽ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാക്കൾ കേരളത്തിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രഗത്ഭ എന്ന് സഖാക്കൾ അവകാശപ്പെട്ട കെ ശൈലജ. ആ കെ ശൈലജയെ വടകരയുടെ മണ്ണിൽ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ തകർത്ത് തരിപ്പണമാക്കുമ്പോ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തില്, പേരാമ്പ്ര നിയോജക മണ്ഡലത്തില് TP രാമകൃഷ്ണൻ, LDFന്റെ കൺവീനർ TP രാമകൃഷ്ണന്റെ മണ്ണില് ആ പേരാമ്പ്രയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം 19,000-ലധികം വരുന്ന ഭൂരിപക്ഷമായിരുന്നു. ആ പേരാമ്പ്രയിൽ തന്നെ മത്സരത്തിനിറങ്ങാൻ ഷാഫി പറമ്പിൽ കച്ചകെട്ടി മുറുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കും. രാഹുലിനെ UDF പിന്തുണക്കുമോ ഇല്ലയോ, UDFന്റെ സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി UDF പറയും. രാഹുലിന്റെ ഭാഗം തീരുമാനിച്ചു കഴിഞ്ഞു. പാലക്കാട്ട് സ്വതന്ത്രനായിട്ട് രാഹുൽ മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നത് കൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിലല്ല പേരാമ്പ്രയിൽ മത്സരിക്കും. TP രാമകൃഷ്ണത്തിന്റെ തട്ടകത്ത്. ഇനി TP രാമകൃഷ്ണൻ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും TP രാമകൃഷ്ണൻ മത്സരിച്ചാലും ഇനി ഏതൊക്കെ സഖാക്കൾ വന്ന് മത്സരിച്ചാലും പേരാമ്പ്രയിൽ UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വിരിക്കുക. അങ്ങനെ എല്ലാ MP-മാരും മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമൊന്നുമില്ല. പക്ഷേ ഷാഫിയെ അങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഷാഫി മത്സര രംഗത്ത് ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഷാഫി ക്യാബിനറ്റിൽ ഉണ്ടാവണമെന്ന് UDF ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. മത്സര രംഗത്ത് മാത്രമല്ല, ക്യാബിനറ്റിൽ ഉണ്ടാവണമെന്ന്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പേരാമ്പ്രയിൽ ഷാഫിയെ ഇറക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ പോകുന്നു. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരടി, അത് വടകരയിൽ കെ ശൈലജയുടെ കർണത്ത് ഷാഫി പറമ്പിൽ അടിച്ചതിന്റെ ആ ഒരു വേദന അത് ഇപ്പോഴും മാറിയിട്ടില്ല. ആ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി ഷാഫി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഉണ്ടാക്കിയ ഓളം, ഷാഫി ഉണ്ടാക്കിയ സ്വാധീനം വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ അകത്തും പുറത്തും ഷാഫി ഉണ്ടാക്കിയ വലിയ ഒരു സ്വാധീനമുണ്ട്. ഷാഫി എന്ന് പറയുന്നത് അതൊരു ഇലക്ഷൻ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ആ ഷാഫി ഉണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ചില്ലറയായിരുന്നില്ല. നിരന്തരമായ ഇടപെടലുകൾ സഖാക്കളുടെ കോട്ട കൊത്തളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതാണ്. അപ്പോ അവിടെ എവിടെ മത്സരിക്കും എന്നുള്ളതായിരുന്നു. കൂത്തുപറമ്പിലോ, തലശ്ശേരിയിലോ, വടകരയിലോ, കുറ്റ്യാടിയിലോ, നാദാപുരത്തോ, പേരാമ്പ്രയിലോ, കൊയിലാണ്ടിയിലോ എവിടെയാണ് ഷാഫി മത്സരിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ ഷാഫി ഇപ്പൊ പേരാമ്പ്ര ചൂസ് ചെയ്തിരിക്കുന്നു. അത് പേരാമ്പ്ര ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവിടെയാണ് ഷാഫിയുടെ ചോര വീണത്. പേരാമ്പ്രയിലാണ് ഷാഫിയെ സഖാക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കിയത്. ആ പേരാമ്പ്രയുടെ മണ്ണ് തന്നെ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്ന കൂട്ടത്തിലല്ല. ഇത് ജനസ് വേറെയാണ് സഖാക്കളെ, ഇത് ജനസ് വേറെയാണ്. അതുകൊണ്ടാണ് പേരാമ്പ്ര തന്നെ ചൂസ് ചെയ്യണമെന്ന് ഷാഫി തീരുമാനിച്ചത്. പേരാമ്പ്രയിൽ തന്നെ മത്സരിക്കണമെന്ന് ഷാഫി തീരുമാനിക്കാനുണ്ടായ കാരണം അത് അവിടെ ഒരു കണക്ക് ബാക്കിയുണ്ട്. ആ കണക്ക് തീർക്കേണ്ടത് ജനാധിപത്യ രീതിയിലാവണം എന്നുള്ളത് ഷാഫിയുടെ ഒരു നിർബന്ധം. അതുകൊണ്ടാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ ഷാഫി ഇറങ്ങാൻ തീരുമാനിക്കുന്നതിന്റെ കാര്യവും കാരണവും. ഷാഫി കൂടി കളത്തിലിറങ്ങുമ്പോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും, വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും അതിന് പുറത്തും വലിയ ഒരു ഓളം, ഒരു ട്രെൻഡ് സെറ്ററായി
ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പും. അപ്പോ ഷാഫി ഈ MP മത്സരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കോൺഗ്രസ്. അവിടെയും ചില ഇളവുകൾ, ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയ, ജനങ്ങൾക്കിടയിൽ വലിയ ഒരു അക്സെപ്റ്റൻസ് ഉള്ള, സ്വീകാര്യതയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഷാഫിക്ക് നൽകാനാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. അപ്പൊ അതില് ആദ്യഘട്ടത്തിലൊക്കെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല, ഷാഫി മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഷാഫി ഉണ്ടാവണം, ഷാഫി മത്സരിക്കണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിന് പുറത്ത് തന്നെയാണ് ഇപ്പോ ഷാഫിയെ പേരാമ്പ്രയിൽ ഇറക്കാൻ, അതിന് ഈ പറയുന്ന ഘടകകക്ഷികളിൽ നിന്നുള്ള പലരുടെയും പല വിധത്തിലുള്ള ആവശ്യങ്ങളും അവരുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് ഷാഫിയെ കളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്, ഷാഫിയെ മത്സരിപ്പിക്കണമെന്ന്. അങ്ങനെ പല ഘടകകക്ഷികളും ഇത്തരത്തിൽ ചില ആവശ്യങ്ങളൊക്കെ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഷാഫി മത്സരിച്ചു കഴിഞ്ഞാൽ, അതിപ്പോ പേരാമ്പ്രയിലാവട്ടെ ഏത് നിയോജക മണ്ഡലത്തിലാവട്ടെ, ഷാഫി മത്സരിച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു ഓളം, അതിന്റെ ഒരു പ്രതിഫലനം അതിന്റെ സമീപമുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ, കണ്ണൂര് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഷാഫിയെ മത്സര രംഗത്തേക്ക് എത്തിക്കണമെന്ന് മുസ്ലിം ലീഗിനെ പോലെയുള്ള ചില ഘടകകക്ഷികൾ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ അറിയിച്ചത്. എന്താണെങ്കിലും കോൺഗ്രസ് അതിനെയൊക്കെ വളരെ ഒരു സ്വീകാര്യപൂർണമായ മനസ്സോടുകൂടി അതിനെ സ്വീകരിച്ചു. അല്ലെങ്കിലും കോൺഗ്രസിനകത്തും അത്തരത്തിൽ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഷാഫി മത്സര രംഗത്ത് ഉണ്ടാവണം, ഷാഫി ഇവിടെ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ, അത്തരത്തിൽ ചില അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഘടകകക്ഷികൾ കൂടി അതിന് പച്ചപ്പൊടി കാണിക്കുമ്പോൾ അവരുടെ കൂടി അവരത്തരത്തിലുള്ള ആവശ്യം കോൺഗ്രസിന് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കിടക്കുന്നില്ലെങ്കിൽ, കോൺഗ്രസ് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കണം, ഷാഫി വേണം എന്ന് ഘടകകക്ഷികൾ കൂടി കോൺഗ്രസിനോട് ആവശ്യപ്പെടുമ്പോൾ അതങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. കോൺഗ്രസിനും ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ചില അഭിപ്രായ രൂപീകരണങ്ങൾ കൂടി വരുമ്പോ ഷാഫി പറമ്പിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോ വരുന്ന വാർത്തകൾ. അപ്പോ കോൺഗ്രസ് എന്താണെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് അനൗദ്യോഗികമായിട്ടാണെങ്കിലും ചില ഇനിയിപ്പോ ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം പേരുകളാണെങ്കിൽ പോലും ചില ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക്, ഒരു അനൗദ്യോഗിക ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഘടകകക്ഷികളെയും അതിന് പ്രേരിപ്പിക്കുകയാണ് കോൺഗ്രസ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം അത് പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇത്തരത്തിലൊരു പ്രചരണ ഘട്ടത്തിലേക്ക്, വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നതിലേക്ക് വലിയ രീതിയിലുള്ള പ്രചരണം തുടങ്ങാൻ തന്നെ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്, UDF തീരുമാനിക്കുകയാണ്. അപ്പോ അതിന് ഒരു മാതൃക എന്നുള്ള രീതിയിൽ കോൺഗ്രസ് മുന്നിൽ നിന്നുകൊണ്ട് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുസ്ലിം ലീഗും അത്തരത്തിൽ മറിച്ചൊന്നല്ല. മുസ്ലിം ലീഗ് ഓൾറെഡി വേണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അവര് അത് ഫൈനലൈസ് ചെയ്ത് ഇനിയിപ്പോ അതിലൊരു അവസാനം ഫൈനലൈസ് ചെയ്തു എന്ന് പറയേണ്ട ഒരു അവസ്ഥ മാത്രമേ ബാക്കിയുള്ളൂ. അതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും മുസ്ലിം ലീഗിനും അതിന്റെ തീരുമാനങ്ങൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ സ്ഥാനാർത്ഥി നിർണയം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി വേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഷാഫിയെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഷാഫി പേരാമ്പ്രയിൽ മത്സരിക്കുകയാണെങ്കിൽ, ഷാഫി മത്സരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഓളം, ഒരു ചലനം അതിന്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളില്, കൊയിലാണ്ടിയില്, കുറ്റ്യാടിയില്, നാദാപുരത്ത്, വടകരയില് ഒക്കെ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ഒരു വ്യക്തിപ്രഭാവം, അയാളുടെ അടുത്ത മണ്ഡലങ്ങളിൽ അത്തരത്തിലൊരു സ്വാധീനം, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് കോൺഗ്രസും UDFും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പൊ ഓരോ മേഖലകൾ തിരിച്ച് ആ മേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ ഒരാൾ ഇത്തരത്തിൽ
ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള കേൾപ്പുള്ള വ്യക്തിയെ നിർത്തുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് കോൺഗ്രസും UDF എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ, വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ, അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒക്കെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വലിയ ഒരു സ്വാധീന ഘടകമാകും എന്നുള്ളത് കൊണ്ട് ഷാഫിയെ കളത്തിലിറക്കാൻ, പോരാട്ടത്തിനിറക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പൊ അവിടെ ഷാഫിയുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് കൂടിയുണ്ട്. തന്റെ ചോര ചിന്തിയ മണ്ണായ പേരാമ്പ്ര, ആ പേരാമ്പ്രയിൽ സഖാക്കളെ നേരിടാൻ താൻ ഇറങ്ങണമെന്ന് ഷാഫി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ജനാധിപത്യ പ്രകൃതിയിൽ കൂടെ ഒരു മറുപടി കൊടുക്കണം, ഒരു പകരം ചോദിക്കണം. ഈ തന്റെ ചോര വീഴ്ത്തിയതിന്, തന്റെ പ്രാസ്ഥാന്യത്തിന്റെ പ്രവർത്തകരെ വേട്ടയാടിയതിന് ഒക്കെ ഒരു മറുപടി കൊടുക്കണമെന്ന് ഷാഫി പറമ്പിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാഫി തന്നെ പേരാമ്പ്രയിൽ മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് വരികയാണ്. ഈ UDF സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തകരെയും അതിന്റെ ഈ പറയുന്ന ആളുകളെ സാധാരണക്കാരായ പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമാകുന്ന ഒരു വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അക്കൂട്ടത്തിൽ ഷാഫി മത്സരിക്കണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു, പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ തടസ്സമായിട്ട് ഷാഫിയുടെ MP സ്ഥാനമാണുള്ളത്, മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ളത് കൊണ്ട് ഷാഫി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചില ആശങ്കകൾ വരുന്നിടത്താണ് ഷാഫി പേരാമ്പ്ര ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് എത്തുന്നത്. വളരെ ശുഭമായ, ആവേശകരമായ വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.